സനീഷ് ഇപ്പൊ എവിടെയാണ്? എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച? അഖില ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിൽ നിന്ന് ദർബാർ ഹാളിലേക്കും ദർബാർ ഹാളിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്കും വരുമ്പോൾ നമ്മൾ രണ്ട് വശത്തും കണ്ട വലിയ ജനക്കൂട്ടം ഇപ്പോഴും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വലുതാവുകയല്ലാതെ ഒരു മനുഷ്യ ചങ്ങല പോലെ അല്ലെങ്കിൽ ഒരു മനുഷ്യ മതിൽ പോലെ രൂപപ്പെടുന്നു എന്നതല്ലാതെ ആളുകൾ കുറയുകയല്ല ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ആലപ്പുഴയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. ആ മഴയോ പക്ഷേ ഇപ്പോൾ മഴയില്ലാത്ത ഒരല്പം വെയിൽ എന്ന് പറഞ്ഞാൽ ചൂട് എന്ന് പറയാവുന്ന നിലയിലേക്ക് കാലാവസ്ഥ എത്തിയിട്ടും പക്ഷേ ആളുകൾക്ക് ഒരു കുറവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ CPMൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം എത്തിച്ചേരും. ഇവിടെ ഒരു അരമണിക്കൂർ മാത്രമേ പൊതുദർശനത്തിനായിട്ട് വെക്കുകയുള്ളൂ ഭൗതിക ശരീരം എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് നിശ്ചയമായിട്ടും തോന്നുന്നു അത് പാർട്ടിയുടെ തീരുമാനം അരമണിക്കൂർ എന്ന് ഖണ്ഡിതമായിട്ട് നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യം എന്തായാലും ഉണ്ട്. നീളാനാണ് സാധ്യത. പക്ഷേ ഒരുപാട് സമയമെടുക്കാതെ പൊതുദർശനം പൂർത്തിയാക്കിയിട്ട് തിരിച്ച് ഭൗതിക ശരീരം കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ പാർട്ടി നേതൃത്വം ചെയ്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അരമണിക്കൂറിനകത്തൊന്നും നിൽക്കുന്ന ഒരു ജനക്കൂട്ടമല്ല. എനിക്ക് ക്യാമറ അതിനകത്ത് നിന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. അവിടെ നിന്ന് നമുക്ക് കാണാവുന്ന പോലെ വലിയ ദൂരത്തിൽ ആളുകൾ വന്ന് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് രണ്ട് ഭാഗത്തുമായിട്ട്. ഈ റോഡിന് അപ്പുറത്താണ് പ്രധാനപ്പെട്ട ഹൈവേ ഉള്ളത്. ഹൈവേ നിന്ന് അല്പം മാറിയിട്ടാണ് CPMൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ്. ആ റോഡ് തൊട്ട് വാഹനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ഇങ്ങോട്ട് ആളുകൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ റോഡാകെ ജനനിബിഡമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങൾ പാർട്ടി നേതാക്കളുടെയും നേരത്തെ അല്പം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനകത്തേക്ക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനവും അദ്ദേഹത്തിൻ്റെ എസ്കോർട്ട് വാഹനങ്ങൾ ഒന്ന് രണ്ടെണ്ണവും മാത്രമേ ആദ്യം വന്നുള്ളൂ. പിന്നീട് പാർട്ടി നേതാക്കളെ VN വാസവനടക്കമുള്ള മന്ത്രിമാരെ വഹിച്ച് ഉള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് കടന്നുപോയി. ബാക്കി വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. പക്ഷേ ഈ റോഡ് ആകെ തന്നെ സ്തംഭിച്ചതുപോലെയാണ്. മനുഷ്യർ കാസർഗോഡും കണ്ണൂരും തൊട്ട് വന്നു ചേർന്നിരിക്കുന്ന, അതുപോലെ തിരുവനന്തപുരത്ത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ച വാഹനത്തിനൊപ്പം വന്നു ചേർന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെയും ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് P കൃഷ്ണപിള്ള സ്മാരകമാണ്. P കൃഷ്ണപിള്ള VS അച്യുതാനന്ദൻ എന്ന കേരളത്തിൻ്റെ മഹാനായിട്ടുള്ള നേതാവിനെ വാർത്തെടുത്തിയ ആളാണ്. അതായത് അക്കാലത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇയാൾ കൊള്ളാം, ഇയാൾ മികച്ച സംഘാടകനായി തീരും, ഇയാൾ മികച്ച കമ്മ്യൂണിസ്റ്റായിട്ട് തീരും എന്ന് ദീർഘദൃഷ്ടിയോടെ കണ്ട് VS അച്യുതാനന്ദനെ സംഘടനാ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്ത വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 10-18 വയസ്സായ VS അച്യുതാനന്ദനെ തന്നെയും പിക്ക് ചെയ്തെടുത്ത് സംഘടനാ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്ത് ഈ കർഷക തൊഴിലാളികൾക്കിടയിലേക്കും മറ്റു തൊഴിലാളികൾക്കിടയിലേക്കും ഇറക്കി വിട്ട ആളാണ് P കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പേരുള്ള സ്ഥാപനത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ പേരുള്ള സ്മാരകത്തിലേക്ക് VS അച്യുതാനന്ദൻ വരികയാണ് എന്നതാണ്. VS അച്യുതാനന്ദൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലമായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്നതും നമുക്കറിയാം. അദ്ദേഹം സ്വന്തം കാൽ കൊണ്ട് നടന്ന് മാറിയിട്ടില്ലാത്ത ഒരു തരി ഭൂമി പോലും മണ്ണ് പോലും ഈ ആലപ്പുഴയിലില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായം തൊട്ട് നടന്ന്, അക്കാലത്ത് യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് നടന്ന് എത്തി ഈ സ്ഥലങ്ങളിലേക്കെല്ലാം പോയി സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയ ആളാണ്. രാഷ്ട്രീയ പ്രവർത്തനം ക്ഷിപ്രസാധ്യമല്ലാതിരുന്ന ആ കാലത്ത് ഈ യാത്രാ സൗകര്യങ്ങളൊന്നും ആവശ്യത്തിന്, അല്ലെങ്കിൽ സാങ്കേതിക സൗകര്യങ്ങൾ, കമ്മ്യൂണിക്കേഷനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് സ്വന്തം കാലിൽ ഈ പ്രദേശം മുഴുവൻ നടന്ന് തൊഴിലാളികൾക്കിടയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ് അദ്ദേഹം.